അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കും മോൾക്കും അൽഹംദുലില്ലാഹ് സുഖം തന്നെ. ഇന്നലെ ഒരുപാട് യാത്ര ക്ഷീണമെല്ലാം കാരണം ഉറങ്ങാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എണീച്ചത് ഇവിടുത്തെ 1 മണിക്ക്, അവിടുന്ന് പറയുന്ന പോലെ ഇപ്പോൾ പിന്നെ 1 മണിക്കാണ് എണീറ്റത്. അങ്ങനെ ഞാനൊരു ചായയും ഉണ്ടാക്കി കുടിച്ച് 2 മുട്ടയും കഴിച്ച്, പിന്നെ മോൾക്ക് പഴം വാട്ടി കൊടുത്ത്. പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് ഓല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറൊന്നും ഉണ്ടാക്കണ്ട, ഞങ്ങൾ കൊണ്ടുത്തരുമെന്ന്. അയൽവാസി നല്ല അയൽവാസിയാണ്. എന്നും ഞാനങ്ങനെ നാട്ടിൽ വന്നാൽ 1-2 ദിവസം ഓല് തന്നെ ഭക്ഷണം കൊണ്ടുത്തരാൻ, സാധനമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നവരെയും പിന്നെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറയും. അങ്ങനെ ചോറൊക്കെ തിന്ന് അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ വന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത് തന്നു. പിന്നെ വെയിലൊക്കെ പോയതിന് ശേഷം നല്ല ചൂടല്ലേ, ഞങ്ങൾ 5:30ക്ക് ശേഷമാണ് അങ്ങാടിയിൽ പോയത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. മോളെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, വെറുതെ വെച്ചിട്ട് അങ്ങനെ ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് വന്നത്. അനാദിക്കടയിൽ സാധനത്തിൻ്റെ ഷീട്ടൊക്കെ കൊടുത്ത് അവർ സാധനം എടുത്ത് വെക്കുന്ന സമയം കൊണ്ട് പിന്നെ ഞാൻ ചിക്കൻ്റെ കടയിൽ പോയി ചിക്കനും വാങ്ങി, മീനും വാങ്ങി. അവൾ മീൻ കൂട്ടില്ല, എനിക്ക് അയില മീൻ മേടിച്ച്, ഓക്ക് പിന്നെ ചിക്കനും വാങ്ങി. പിന്നെ പച്ചക്കറി, പഴം, തക്കാളി അതൊക്കെ വാങ്ങാൻ വേണ്ടി പച്ചക്കറി കടയിലും കയറി. പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങളൊരു ജ്യൂസ് കടയിൽ കയറി. ഒരു ജ്യൂസ് കുടിച്ച്, രണ്ടാളും ഓരോ ജ്യൂസ് കുടിച്ച്. ഇക്ക ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്കൊന്നും ഇടങ്ങാറില്ല, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് പിന്നെ എനിക്കൊന്നും അറിയണ്ട, എന്ത് സാധനം തീർന്നാലും ഞാൻ അറിയേണ്ട ആവശ്യമില്ല. ഇക്ക എന്നെ നോക്കിയിട്ട് വാങ്ങി കൊണ്ടുവരും. ഒന്നും ഗ്യാസും തീർന്നാൽ എനിക്കറിയണ്ട, ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇവിടെ എൻ്റെ കൂടെ മൂപ്പര് എപ്പോഴും വരുന്നതാണ്, ഈ പ്രാവശ്യമാണ് വരാണ്ടുള്ളത്. ഇവിടെ ഉണ്ടായാലും അങ്ങനെയാണ്, ഞാൻ കൂടെ ഇങ്ങനെ പോകുന്നല്ലാതെ എല്ലാം വാങ്ങലും പിടിക്കലും എല്ലാം മൂപ്പരാണ്. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്ന്. വീട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ ഈ സാധനം ഇടേണ്ട ഡബ്ബയൊക്കെ ഇന്നലെ രാത്രി എല്ലാം കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സാധനമൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ട് എല്ലാം പാത്രത്തിലൊക്കെ ഇട്ട് ഡബ്ബയിലൊക്കെ ഇട്ട് വെച്ച്. എനിക്ക് മുമ്പൊക്കെ എൻ്റെ ഉമ്മ ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യമൊക്കെ സാധനമൊക്കെ കൊണ്ടുവന്നാൽ എല്ലാം എൻ്റെ ഉമ്മയാണ് ഡബ്ബയിലൊക്കെ ഇട്ട് വെക്കും, പിടിക്കുകയൊക്കെ ചെയ്യാൻ. അതൊന്നും നോക്കണ്ടില്ലായിരുന്നു. ഉമ്മയില്ലാത്തതിൻ്റെ വിഷമം ഒരിക്കലും തീരാത്ത ഒരു വിഷമം തന്നെ, അത് ഓർക്കാൻ പറ്റുന്നില്ല. ഉമ്മ തന്നെയാണ്, ആരുണ്ടായിട്ടൊരു കാര്യമില്ല. ഉമ്മ പോയാൽ പിന്നെ തീർന്ന്, മൊത്തം പോയി, എല്ലാം പോയി. ഉമ്മ ഉള്ള സമയത്ത് നമുക്കതിൻ്റെ വില അറിയില്ല, അത് നഷ്ടപ്പെട്ടാലാണ് അതെത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാകാൻ. ആർക്കെങ്കിലും എന്താ പറയുക, ഉമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ പഠിച്ചവനെ നല്ലപോലെ നോക്കിക്കോ കേട്ടോ. അത്രയും സങ്കടമുണ്ട് എനിക്ക്. എന്തെല്ലാം ഒന്നും ചെയ്യാത്ത പോലെ തോന്നും എപ്പോഴും എൻ്റെ മനസ്സിൽ. ഉമ്മാൻ്റെ കൂടെ ഇരിക്കണേനൊന്നും, ഉമ്മാൻ്റെ കൂടെ ഇരുന്നതുപോലെ നിന്നതുപോലെ. എന്തോ ചെറുതിലെ കെട്ടിയവനങ്ങ് ഗൾഫിൽ കൊണ്ടുപോയതുകൊണ്ട് എന്തൊക്കെയോ ഒരു കുറ്റബോധം പോലെയാണ്. വന്നാൽ മാത്രമല്ലേ ഉമ്മാനെ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെ ഞാനും മോളും കൂടിയിട്ട് പെട്ടി പൊളിക്കുന്നവരൊക്കെ എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം ഉമ്മ ഉണ്ടല്ലോ, കഴിഞ്ഞ കൊല്ലമാണ് മരിച്ചത്. ഞാൻ ഉമ്മ മരണപ്പെടുന്ന സമയത്താണ് നാട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഇപ്പോഴൊക്കെ എനിക്കൊന്നും കൊണ്ടുവരാനോ പിടിക്കാനോ ഒന്നും താല്പര്യമൊന്നുമില്ല. എന്താണെന്ന് പറഞ്ഞാൽ ആരുമില്ല ഒന്നിനും, ഗൾഫ് സാധനമൊന്നും. എന്തെങ്കിലും സന്തോഷത്തോടെ കൊണ്ടു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മളെ ഉമ്മ ഉപ്പ അങ്ങനെയുള്ളവർക്കല്ലേ. അവരില്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവരണ്ടേ. ഞാൻ കുറച്ച് എനിക്ക് വീട്ടിൽ വേണ്ട സാധനം കൊണ്ടുവന്ന കാരണം യുദ്ധം കാരണം ഇനി എന്നാണ് പോകാമെന്ന് എനിക്കറിയില്ല. യുദ്ധം കംപ്ലീറ്റ് പോയി എന്നുണ്ടെങ്കിലേ ഇനി ഞാൻ ഗൾഫിലേക്ക് പോകുള്ളൂ.
അതുകൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന്. ഇവിടെയുള്ള പാത്രമൊക്കെ പഴയതായിട്ടുണ്ട്. ഡിന്നർ സെറ്റും. മോൾക്ക് ദേഷ്യം പിടിച്ചു. മോളെ സാധനമൊക്കെ ലഗേജ് കൂടിയെന്നും പറഞ്ഞിട്ട് അവർ വിട്ടില്ല. ലഗേജിന് പിന്നെ പൈസ അടക്കാൻ പറഞ്ഞ്. അന്നേരം ഇക്ക പറഞ്ഞ് ഇവിടുത്തെ 7,000 അടക്കാൻ പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞ് ആ 7,000 ഞാൻ നാട്ടിൽ അയച്ചു തരാം, ചോക്ലേറ്റിലൊക്കെ നീ അവൾക്ക് അവിടെ നിന്ന് വാങ്ങി കൊടുത്തേക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ ഓള് പെട്ടി തുറന്നപ്പോൾ എന്നോട് ചോദിക്കുന്നു, ഇതെന്താ ഉമ്മയ്ക്ക് കൊണ്ടാകുന്നത്? വെറും ചെമ്പും പാത്രം. ഉമ്മ എന്താ വീട്ടിൽ കൂടലേ കഴിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യം പിടിച്ചിട്ട്. ഓളൊരു 2 ഷൂ ഉണ്ടായിരുന്നു, അത് ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ സ്പ്രേ ഉണ്ട്. ബാക്കിയെല്ലാം എൻ്റെ തൂക്കം കൂടിയിട്ട് അവർ കഴിച്ചെടുത്ത്. 1 മണിക്കൂർ നേരം ലഗേജ് കൂടുതലാണെന്നും പറഞ്ഞിട്ട് എന്നെ ഉരുട്ടീനേനു. അവർ കഴിച്ചെടുത്തുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം ഇതാക്കലായിട്ട് നല്ല ഇടങ്ങേറായിട്ടുണ്ടേനു എനിക്ക്. 1 ലക്ഷം ടിക്കറ്റിന്. എന്നിട്ടും എന്താ പറയേണ്ടത്? ടിക്കറ്റിന് 1 ലക്ഷമായിട്ടും നമുക്ക് എന്താ കൊണ്ടുവരാൻ പറ്റുന്ന 30 കിലോ സാധനമാണ്. പൈസ ടിക്കറ്റിന് കൂടുതലാണെന്ന് സാധനം കൂടുതൽ കൊണ്ടുവരാനൊന്നും പറ്റില്ല. എന്തെങ്കിലും വെയിറ്റുള്ള കുറച്ച് സോപ്പും എന്തെങ്കിലും ഒരു പാത്രമൊക്കെ വെക്കുമ്പോഴൊക്കെ തന്നെ പെണ്ണുങ്ങന്മാർക്ക് ഇങ്ങനത്തെ സാധനമല്ലേ ഇഷ്ടമുണ്ടാവുക. ഞാൻ ഉമ്മയും ഉപ്പയൊക്കെ ഉള്ള സമയത്താണ് നല്ല അവർക്കൊക്കെ വേണ്ടിയെല്ലാം കൊണ്ടുവരുത്തു. എൻ്റെ കൂട്ടുകാരത്തിയൊക്കെ. ഇപ്പോൾ ഈ പ്രാവശ്യം യുദ്ധം കാരണം ഞാൻ ഒരാളോടും നാട്ടിൽ വരുന്നത് പറഞ്ഞിട്ട് തന്നെ ഇല്ല, ആരോടും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഓല് പറയും അത് കൊണ്ടുവരണം ഇത് കൊണ്ടുവരണം. പിന്നെ എനിക്കുള്ളതൊന്നും എടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരോടൊന്നും പറഞ്ഞിട്ടില്ല. മോൾക്ക് കൊണ്ടുവന്നതാണെങ്കിൽ ഇങ്ങ് എത്തിയിട്ടില്ല, അവിടെ നിന്ന് തന്നെ അതങ്ങ് പോയി. എനിക്ക് പൈസ തന്നിട്ടുണ്ട്, ഇവിടുന്ന് ഓക്ക് വാങ്ങിക്കൊടുക്കണം. ചോക്ലേറ്റോളെ കൂട്ടുകാരത്തിയൊക്കെ ഓക്ക് അങ്ങനെയൊക്കെയാണ്. ഓക്കെ 2 ഷൂ കൊണ്ടുവന്നത് കിട്ടിപ്പോയി. ഞാൻ ഈ പെട്ടിയിലേനുള്ളത്. എൻ്റെ കയ്യിലുള്ള പെട്ടിയിലായിരുന്നു ഞാൻ 7 കിലോത്തിൻ്റെ ഒക്കെ ആയിരുന്നു ഓളെ ചോക്ലേറ്റിലൊക്കെ വെച്ച് 15 കിലോനായിട്ടുണ്ടേനു. അതാ എന്നെക്കൊണ്ട് കഴിപ്പിച്ചിട്ട് ആക്കിയിട്ട് വിട്ടു അവർ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു 3-4 കിലോ കൂടി പോയിട്ട് അതും അവർ കഴിച്ചെടുത്ത് അവരെന്നെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി. ഈ ഡിന്നർ സെറ്റ് കാരണം ഇത് 10 കിലോനുണ്ടേനു. പിന്നെ കൂടുതലൊന്നും വാങ്ങാനും വെക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ വാങ്ങിയ സാധനമൊക്കെ റൂമിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ യുദ്ധമുള്ളതുകൊണ്ട് കാർഗോ വിടാനും പറ്റില്ല. ഏതായാലും യുദ്ധമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പോവുമല്ലോ. തിന്നുന്ന ചോക്ലേറ്റിൽ ഇക്കാക്ക് ഇഷ്ടമല്ല, ഇക്കാക്ക് ഷുഗറുണ്ട്. പിന്നെ ആർക്കെങ്കിലും കൊടുക്കുമായിരിക്കും, എന്താ അറിയില്ല. കുറേ ചോക്ലേറ്റൊക്കെ വാങ്ങിനേനു അയൽവാസികൾക്കൊക്കെ കൊടുക്കാനൊക്കെ. അപ്പോൾ പെട്ടിയൊക്കെ ഓൾ തന്നെയാണ് പൊട്ടിക്കും കഴിക്കുകയൊക്കെ ചെയ്യുന്നത്, എല്ലാം എടുത്ത് വെക്കുന്നതെല്ലാം. കുറേ കളിയാക്കിയിട്ടൊക്കെ ഞാനതൊക്കെ പിന്നെ കട്ടാക്കിയതാണ്. ഒരുപാട് എന്നെ തമാശാക്കുന്നുണ്ട് ഇതൊക്കെ എടുക്കുമ്പോൾ. ഞാൻ ഓളെ വോയിസ് കട്ടാക്കിയതാണ്. അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ എൻ്റെ വിശേഷം. ഞാനും എൻ്റെ മോളും ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരും. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം. പുതിയ ചാനലാണ് എൻ്റെ ചാനൽ. മോണി കട്ടായിട്ടാണ്. എനിക്കൊരു ചാനലുണ്ടായിരുന്നു, 4000 സബ്സ്ക്രൈബൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ മോണി കട്ടായിപ്പോയി. ഞാൻ പല വീഡിയോ ഇട്ടിട്ട് അങ്ങനെയാണ് പുതിയൊരു ചാനൽ തുടങ്ങിയത്. ഇത് എന്താവുമെന്നൊന്നും എനിക്കറിയില്ല, മുന്നോട്ട് പോവില്ലെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ എന്നും ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അന്നേരം പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടുകയും ചെയ്യും. എനിക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. മോളാണെങ്കിൽ ഇനിയിപ്പം പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇനി ഒന്നുകിൽ കല്യാണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ ജോലി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങനെ പോകും. എന്നും ഞാൻ സൗദിയിലാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. ഇവിടെ വന്നാലെങ്കിൽ 1 മാസമൊക്കെ നിൽക്കലുള്ളൂ. ഓള് ഷൂവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കണക്കാന്നൊക്കെ നോക്കുന്നു. എന്നെ കുറേ തമാശാക്കിയിട്ട് ഓരോന്നൊക്കെ പറയുന്നു, ഇതെങ്കിലും കിട്ടിയ ഭാഗ്യം എന്നൊക്കെ പറയുന്നു. അങ്ങനെ അയൽവാസി ഒരു ചക്ക കൊണ്ട് തന്നിനെ, ഒരു കഷ്ണം. അവിടെ ചക്കക്കൊക്കെ ഭയങ്കര പൈസയാണ് ഗൾഫിൽ. ഒരു ചെറിയൊരു കഷ്ണം 4 ചുള വാങ്ങണമെങ്കിൽ ഇവിടുത്തെ 500 രൂപ കൊടുക്കണം. അപ്പോൾ എപ്പോഴെങ്കിലും ബോധിക്ക് വാങ്ങി തിന്നുക ചെയ്യും. അതുപോലെ പഴത്തിന് ഇവിടുത്തെ 500-400 ഒക്കെ വേണ്ടി വരും. ഓഫർ ഉണ്ടാകുമ്പോൾ ഒരു 10-300 ഇവിടുത്തെ പൈസ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ 28 റിയാലൊക്കെ വേണം പഴത്തിനൊക്കെ, നല്ല പൈസയാണ്. ഇപ്പോൾ തേങ്ങക്കും യുദ്ധം ഉള്ളത് കൊണ്ടല്ല, യുദ്ധം ഇല്ലാത്ത സമയത്ത് തന്നെ അത് ചക്കക്കും പഴത്തിനൊക്കെ നല്ല പൈസയാണ്. ഫ്രൂട്ട്സിനൊക്കെ ചെറിയ പൈസയാണ്.
അപ്പോൾ ഇത് നമുക്ക് അവിടെ കിട്ടാത്തൊരു സാധനം. അതുകൊണ്ട് എനിക്ക് വന്നു കഴിഞ്ഞാൽ ചക്ക അയൽവാസികൾ കൊണ്ടുത്തരും. നല്ല അയൽവാസികളെ എന്നെ നല്ല ഇഷ്ടമാണ്, അവരെ എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ കിങ്ങിണി എന്നെ വീട്ടിൽ സഹായിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് വിഷു ആയതുകൊണ്ട് ഓളെ ഇടങ്ങേറാക്കണ്ട, ഞാൻ മുസ്ലിങ്ങൾ ആരെങ്കിലും വിളിക്കുക വീട് ക്ലീൻ ചെയ്യാനെന്ന്. അപ്പോൾ പാവ കിങ്ങിണി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തു തരാം, ആരെയും വിളിക്കണ്ട. അങ്ങനെ അല്ല എനിക്ക് ക്ലീനൊക്കെ ചെയ്ത് തന്നത്. ക്ലീനിങ്ങൊക്കെ ഓളാണ്, മുകളിലും താഴെയും ഒക്കെ മൊത്തം തുടച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി ഞങ്ങൾ തന്നെ ചോറുണ്ടാക്കി. അയൽവാസിനോട് പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട, ഉണ്ടാക്കുന്നുണ്ടെന്ന്. അവർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഉണ്ടാക്കണ്ടെന്നൊക്കെ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഉണ്ടാക്കാം. അങ്ങനെ എനിക്കും മോൾക്കും മാത്രമായിട്ട് കുറച്ച് ചോറുണ്ടാക്കി. അവൾക്ക് പരിപ്പ് കറി ഇഷ്ടമാണ്, അങ്ങനെ പരിപ്പ് കറിയും. എനിക്കൊരു കഷ്ണം മീൻ പൊരിച്ച്, അവൾക്ക് ഒരു 3-4 കഷ്ണം ചിക്കൻ പൊരിച്ച് കൊടുത്തു. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ, വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് വാരിക്കൊടുക്കാനൊക്കെ പറയും. എൻ്റെ അടുത്തില്ലാണ്ട് 3-4 കൊല്ലം ആയില്ലേ, 3 കൊല്ലമായില്ലേ ഹോസ്റ്റലിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുന്നു. അപ്പോൾ അതിൻ്റെ എന്നെ കണ്ടാലൊരു പ്രത്യേക ഒരു സന്തോഷം. അപ്പോൾ ഞാൻ എന്നോട് ചോറ് വാരിക്കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചോറൊക്കെ അവൾക്ക് വാരിക്കൊടുക്കുകയൊക്കെ ചെയ്ത് അതിന് ശേഷം പിന്നെ ഞാനും കഴിച്ച്. പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെ കിടക്കാമെന്നൊക്കെ വിചാരിച്ച് ഇന്നലെ ഒരുപാട് ലേറ്റ് ആയതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു മോളോട് നേരത്തെ കിടന്ന് നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ടും